ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നിട്ട് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ പല പ്രാവശ്യം എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്, ഒരു ഹെവി ഹെയർ ഓയിൽ മസാജിങ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതായത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഓയിൽ മസാജ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ആയുർവേദത്തിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയുടെ വളർച്ചയേക്കാളും മുടിവേരുകളുടെയും അതുപോലെ തന്നെ ചർമ്മത്തിൻ്റെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് തലയിൽ എണ്ണ പുരട്ടുന്നത് ശീലമാക്കാൻ പറയുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാ തേങ്ങ ആട്ടിയ എണ്ണയില്ലേ, പച്ച വെളിച്ചെണ്ണ, അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ചിലർ കാസ്റ്റർ ഓയിൽ ഉണ്ടാവും, ആൽമണ്ട് ഓയിൽ, അതൊക്കെ യൂസ് ചെയ്യും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സാധാ പച്ച വെളിച്ചെണ്ണ യൂസ് ചെയ്യണമായിരിക്കും ഏറ്റവും ബെറ്റർ. അത് നമ്മുടെ കയ്യിൽ കുറച്ച് എടുത്ത ശേഷം നല്ലപോലെ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ആദ്യം കുറച്ച് കയ്യിൽ എണ്ണ എടുത്തതിന് ശേഷം, അതായത് ഉള്ളം കയ്യിൽ എണ്ണ എടുത്തതിന് ശേഷം നമ്മുടെ നെറുകിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ കുളിപ്പിക്കുമ്പോൾ ഇതുപോലെ തലയിലും ചെവിയുടെ പോളയിലും ഉള്ളംകാലിലൊക്കെ വെളിച്ചെണ്ണ വെച്ച് നല്ലപോലെ തിരുമ്മി കൊടുത്തതിന് ശേഷമല്ലേ കുളിപ്പിക്കാൻ തുടങ്ങണേ. അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഉള്ളം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മുടെ തലയിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അതായത് നെറുകിൽ നല്ലപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഓരോ കുട്ടി കുട്ടി സെക്ഷനായിട്ട് മുടി വകച്ചിൽ എടുക്കുക. എന്നിട്ട് നമ്മുടെ കൈയുടെ ഫിംഗറില്ലേ, അതായത് ഫിംഗർ ടിപ്പ് വെച്ചിട്ട്, അതായത് കൈയുടെ അറ്റത്ത്, കൈപ്പത്തിയുടെ അറ്റത്ത് വെച്ചിട്ട് നല്ലപോലെ ആ വരയിലൂടെ എണ്ണ വെച്ചിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം മസാജ് ചെയ്ത് കൊടുക്കുന്നോ അത്രത്തോളം ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും ആ ബ്ലഡ് സർക്കുലേഷൻ മൂലം നല്ലപോലെ മുടി വളരാൻ സഹായിക്കുകയും ചെയ്യും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നഖം കൊണ്ട് മസാജ് ചെയ്യരുത്. കാരണം നമ്മുടെ മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് നമ്മുടെ അറ്റ ഭാഗമല്ലേ അത് വെച്ചിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഓരോ കുട്ടി കുട്ടി സെക്ഷനായിട്ട് എടുത്ത ശേഷം ആ വരയിലൂടെ നല്ലപോലെ എണ്ണ ഒന്ന് പ്ലേസ് ചെയ്തിട്ട് പിന്നെ അത് മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് ആ വരയിലൂടെ ഒന്ന് വെച്ച ശേഷം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മുടി രണ്ടായിട്ട് സെക്ഷനായിട്ട് പാർട്ട് ചെയ്തിട്ട് അതിൻ്റെ മീതെ തലയിൽ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെയാണെങ്കിലും തലയിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഒരു മസാജ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു ഹെവി ഹെയർ ഓയിൽ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായാൽ മാത്രമാണ് നല്ലപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. പക്ഷേ ചിലർക്കൊന്നും എണ്ണ അങ്ങനെ വെക്കുന്നത്, തലയിൽ വെക്കുന്നത് ഇഷ്ടമല്ലായിരിക്കും. പക്ഷേ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് നല്ലൊരു മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ആയുർവേദത്തിലൊക്കെ ശരിക്കും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നിത്യവും എണ്ണ തേച്ച് കുളിക്കുന്നവർക്ക് അകാല നിരയും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും അധികം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അതുപോലെ വീരോഗവും അതുപോലെ ഊർജ്ജക്കുറവും നമ്മുടെ തലയിലൊക്കെ വന്ന അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ചില ചർമ്മരോഗങ്ങളൊക്കെ, അതുപോലെ തന്നെ രോഗങ്ങളൊക്കെ അകറ്റി നിർത്താമെന്നാണ് പറയുന്നത് ദിവസവും എണ്ണ തേച്ച് കുളിക്കുന്നവർക്ക്. സ്കാൽപ്പിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി വരണ്ട് പോകാനും അതുപോലെ തന്നെ അത് പെട്ടെന്ന് പൊഴിഞ്ഞു പോകാനും പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും ആയുർവേദത്തിൽ പറയും എല്ലാ ദിവസവും മുടിയിൽ എണ്ണ വയ്ക്കാം. കുറച്ചെങ്കിലും എണ്ണയൊന്ന് തൊട്ട് പുരട്ടാൻ പറയുന്നത് അതുകൊണ്ടാണ്. മുടിയുടെ ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ നല്ലപോലെ മുടിക്ക് നല്ല, അതായത് നമ്മുടെ അതിൻ്റെ റൂട്ടിലെ ഹെയർ റൂട്ടിനൊക്കെ നല്ലപോലെ ബലം കിട്ടുകയും ചെയ്യും. അതുപോലെ മോയ്സ്ചറൈസിങ് ഒരു ഫീല് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. എണ്ണ നമ്മുടെ സ്കാൽപ്പിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ മുടിയിലും അതേപോലെ തന്നെ മുടിയുടെ അറ്റത്തും കൂടെ അപ്ലൈ ചെയ്യണം. നമ്മുടെ സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലായിടത്തും നല്ലപോലെ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഹെയർ സെറം കൂടി അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒനിയൻ ജ്യൂസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതായത് ചിലയിടത്തൊക്കെ നമുക്ക് പൊഴിഞ്ഞു പോയ മുടി ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഭാഗത്ത് നല്ലപോലെ മുടി വളരാൻ, റീഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒനിയൻ ജ്യൂസ് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും.
അപ്പോൾ വേണമെങ്കിൽ ഒരു ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി, ഹെയർ സെറം അപ്ലൈ ചെയ്താൽ മതി. അതിനുശേഷം ഒരു ബാത്ത് ടവൽ വെച്ചിട്ട് സ്റ്റീം കൊടുക്കുകയാണെങ്കിൽ, അതായത് മുക്കിയിട്ട് അത് ബാത്ത് ടവൽ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് അതൊന്ന് കെട്ടി വയ്ക്കുകയാണെങ്കിൽ നല്ലപോലെ ഇത് രണ്ടും ഒനിയൻ ജ്യൂസും അതുപോലെ തന്നെ എണ്ണയും നല്ലപോലെ നമ്മുടെ സ്കാൽപ്പിലായിട്ട് പെനിട്രേറ്റ് ചെയ്ത് അരിച്ചിറങ്ങും. അപ്പോൾ അത് നല്ല ഒരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ നമ്മുടെ മുടി വളർച്ചയ്ക്ക്. ആഫ്റ്റർ 1 hour കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മൈൽഡ് ഷാമ്പൂ ഉപയോഗിച്ച് നല്ലപോലെ തല ഒന്ന് കഴുകിയെടുക്കുക. വേണമെങ്കിൽ കണ്ടീഷണറും അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടീഷണർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഷാമ്പൂ മാത്രം യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ലൈക്ക് ബട്ടണോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എൻ്റെ അടുത്ത് ചോദിക്കുക, ഞാൻ റിപ്ലൈ തരാം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ ഫാമിലി മെമ്പർ ആവാൻ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഒരു ചെറിയ കുട്ടി ബെല്ലൈക്കണും കൂടെ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിടുക. എങ്കിലേ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് മാക്സിമം പറ്റാവുന്ന പോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.